ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു കേർഡ് റൈസ് നോക്കാം. തൈര് ചോറ് റെഡിയാക്കുന്നതിനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. പച്ചരി നന്നായി ഒന്ന് വേവിച്ച് നന്നായി വെള്ളം അതിൻ്റെ വാർത്തെടുത്തതിന് ശേഷം നന്നായി വെന്ത് വന്ന ചോറാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ റൈസ് റെഡിയാക്കുന്നതിനായിട്ട് അരി നല്ലവണ്ണം വെന്ത് ഉടച്ചെടുക്കണം. അങ്ങനെ ഉടച്ചെടുത്ത ആ റൈസിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ വെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെണ്ണ ചേർക്കണമെന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കുമെന്ന് മാത്രം. പിന്നീട് ആ ചോറ് നല്ലവണ്ണം ഒന്ന് ആറിയതിന് ശേഷം അതിലേക്ക് ഒരു 1.5 കപ്പ് തൈരും ഒഴിച്ച്, അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം, 1.5 കപ്പ് തൈരും 1/2 കപ്പ് പാലും ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ റൈസ് എപ്പോഴും നല്ലൊരു ക്രീമി പരുവത്തിലിരിക്കണം. തൈര് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ പാകം നോക്കി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് അടച്ച് വയ്ക്കുക. 1-2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, പച്ചരി ആവണമെന്ന് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല, നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. അത് പൊന്നിയരി ആയാലും കുഴപ്പമില്ല. പിന്നെ ചോറ് നന്നായി ആറിയതിന് ശേഷം വേണം അതിലേക്ക് തൈര് ഒഴിക്കാനായിട്ട്. ഇനി അതിലേക്കൊരു താളിപ്പ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നല്ലവണ്ണം പൊട്ടിയാലുടൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കൊത്ത് കറിവേപ്പില അരിഞ്ഞത്, അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി വറുത്തെടുത്ത് ആ തൈര് ചോറിലേക്ക് താളിച്ചിടുക. ഇത്രയും ആയാൽ തന്നെ ആ റൈസ് നമുക്ക് കഴിക്കാം. പക്ഷേ കുറച്ചുകൂടി റിച്ചാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം, ഒരു പകുതി ക്യാരറ്റ്, കുറച്ച് മല്ലിയില അതുകൂടി ചേർത്ത് ഒന്നുകൂടി കളർഫുള്ളാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ഫുഡ് റെഡിയായി. ഇത് നാരങ്ങ അച്ചാർ, കൊണ്ടാട്ടമുളക് വറുത്തത്, ഇതെല്ലാം നമുക്ക് ചേർത്ത് അതിനോടുകൂടെ കഴിക്കാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത്, നെയ്യിൽ വറുത്തിടുന്നതിന് പകരം വെളിച്ചെണ്ണയിലും വറുത്തിടാവുന്നതാണ്. പിന്നെ അതിലേക്ക് കാഷ്യൂ നട്ട്, റൈസിൻസ് എല്ലാം ചേർക്കാം.